നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ 93-ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ 867-ാമത്തെ നാമം മുതൽ 875-ാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് കാണാൻ പോകുന്നത്. സാത്വവാൻ സാത്വിക സത്യ സത്യധർമ്മപരായണക അഭിപ്രായ പ്രിയാർഹോർഹ പ്രിയ കൃത്പ്രീതിവർദ്ധനക. ഈ ശ്ലോകത്തിലെ നാമങ്ങൾ സാത്വവാൻ, സാത്വിക, സത്യ, സത്യധർമ്മപരായണ, അഭിപ്രായ, പ്രിയാർഹർഹ, അർഹ, പ്രിയകൃത്, പ്രീതി വർദ്ധന എന്നിങ്ങനെ 9 നാമങ്ങളാണ്. ഇതിൽ ആദ്യത്തെ നാമമാണ് സാത്വവാൻ. ഏതൊരു ശക്തിയാണോ മുഴുവൻ ശക്തിയുടെ ആ ഒരു പ്രവാഹത്തോടും തേജസ്സോടും സാത്വികമായ ഗുണത്തോടും വളരെ മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സോടു കൂടിയും ഏതൊരു പ്രശ്നത്തെയും നേരിടുവാൻ ധൈര്യത്തോടു കൂടിയും ഇരിക്കുന്നത്, ആ ഒരു ശക്തിയെ നമ്മൾ സാത്വവാൻ എന്ന് പറയുന്നു. ഭഗവാൻ നാരായണൻ എപ്പോഴും ഒരു ഭക്തന്റെ ഒരു ആവശ്യത്തിന് ഏതൊരവസ്ഥയായിക്കോട്ടെ അവിടെ വന്നു ചേരുന്നതാണ്. അതിനാൽ ഭഗവാന് സാത്വവാൻ എന്ന നാമധേയം. അടുത്ത നാമധേയം സാത്വിക എന്നാണ്. ഏതൊരു ഭഗവാനാണോ മുഴുവനായിട്ടുള്ള സാത്വിക സത്വഗുണങ്ങളോട് കൂടിയുള്ളത്, ആ ഭഗവാനെ സാത്വിക എന്ന് പറയുന്നു. അതായത് ശാന്തതയും സമാധാനവും അതുപോലെ തന്നെ ഓരോരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ ഒരു പൂർണ്ണ മനസ്സോടു കൂടിയും അതിൽ ആ ചിന്തകളിലും ആ ഒരു പ്രവൃത്തിയിലും ആ ഒരു കാര്യത്തിനെ അനുബന്ധമായിട്ടിരിക്കുന്നതും മറ്റുള്ളവരെ അതിനോട് പ്രചോദനമായി നിൽക്കുന്നതും അതുപോലെ തന്നെ യോഗാഭ്യാസത്തിന്റെ ബലത്തോടും കൂടി പൂർണ്ണ മനസ്സോടു കൂടിയുള്ള ആ ശ്രീനാരായണന് സാത്വിക എന്ന നാമധേയം. അടുത്ത നാമധേയം സത്യ എന്നാണ്. ഏതൊരു അവസ്ഥയിലും നേരിന് മാത്രം നിലകൊള്ളുന്ന ഭഗവാന് സത്യ എന്ന നാമധേയം. അത് മുൻപായിക്കോട്ടെ, ഇപ്പോഴായിക്കോട്ടെ, ഇനി വരാൻ പോകുന്നതായിക്കോട്ടെ, ഏതൊരു സമയത്തും ആ ഒരു നിലനിൽപ്പിന് ഒരു മാറ്റവും സംഭവിക്കാതെ എല്ലാ 3 സമയത്തും പൂർണ്ണമായി ഒരേ രീതിയിൽ സത്യത്തിനും ധർമ്മത്തിനും നിൽക്കുന്ന ഭഗവാന് സത്യ എന്ന നാമധേയം. അടുത്ത നാമധേയം സത്യധർമ്മപരായണ എന്നാണ്. അതായത് സത്യമായിക്കോട്ടെ, ധർമ്മമായിക്കോട്ടെ, പറയുന്ന വാക്കുകളായിക്കോട്ടെ, ചെയ്യുന്ന പ്രവൃത്തികളായിക്കോട്ടെ, ആലോചിക്കുന്ന ചിന്തകളായിക്കോട്ടെ, എല്ലാം വളരെ വ്യക്തമായി തനിക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ധർമ്മത്തിൻ്റെ പാതയിലൂടെ ചെയ്യുന്നതിനാൽ ഭഗവാന് സത്യധർമ്മപരായണ എന്ന നാമധേയം. ഇത് തന്നെയാണ് ഒരു പരമഭക്തന്മാരിലും ഭഗവാൻ കാണേണ്ടുന്ന ഒരു ഗുണം. അടുത്ത നാമധേയം അഭിപ്രായ എന്നാണ്. ഏതൊരു ഭഗവാനാണോ ആ ഒരു വരമ്പില്ലാത്ത ഒരു ശക്തിയിൽ നിന്നും മറ്റുള്ളവർ ഭക്തർ ആ ഭഗവാനെ പൂജിക്കുന്നത്, അവരുടെ അഭിപ്രായത്തെ മാനിക്കുകയും അവരുടെ ഈ പ്രപഞ്ചത്തിലെ ഈ ജന്മത്തിലെ വാസത്തിന് ആ ഭഗവാൻ പൂർണ്ണമായിട്ട് അനുഗ്രഹം ചെയ്ത് അവരെ സംരക്ഷിച്ചു കൊണ്ട് എങ്ങനെയാണോ തൻ്റെ ശരീരത്തിൽ ലയിപ്പിക്കുവാൻ വേണ്ടി മോക്ഷം കൊടുക്കുന്നത്, ആ ഭഗവാൻ അഭിപ്രായ എന്ന നാമധേയം. അടുത്ത നാമധേയം പ്രിയാർഹ എന്നാണ്. പ്രിയർഹ, പ്രിയത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി ഈ ഒരു പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടികളെയും കാണുന്നതിനാൽ ഭഗവാന് പ്രിയാർഹ എന്ന നാമധേയം. അതായത് ഭഗവാന് ഏറ്റവും അധികം ഇഷ്ടമുള്ള ആ ഒരു ഭക്തന്റെ ആ ഒരു പരമമായ സത്യത്തെ ഭഗവാൻ വളരെ അനുമോദിക്കുന്നു. അതായത് എങ്ങനെയാണോ ഭക്തൻ ഒന്ന് മനസ്സുകൊണ്ട് ഭഗവാനെ ചിന്തിക്കുന്നത് പോലും ഭഗവാൻ അത് സമർപ്പണമായി കരുതുന്നു. അതിനാൽ ഭഗവാന് പ്രിയാർഹ എന്ന നാമധേയം. അടുത്ത നാമധേയം അർഹ എന്നാണ്. ഏതൊരു ഭഗവാനോടുള്ള ആ ഒരു സമർപ്പണത്തിനും ഭഗവാൻ അർഹമായി ഇരിക്കുന്നതിനാൽ നാരായണന് അർഹ എന്ന നാമധേയം. അതായത് സമ്പത്തിൻ്റെ ആ ഒരു നിധിയായി, ആ ഭക്തന്മാരുടെ സമ്പത്തിൻ്റെ നിധിയായി ഭഗവാൻ എന്നും കുടികൊള്ളുന്നു. ആ ഒരു ഭഗവാന്റെ മുന്നിൽ
സ്വയം സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ, ആ സ്നേഹം, ആ ഒരു ബഹുമാനത്തെ ഭഗവാൻ പൂർണ്ണമായും അർഹനായിരിക്കുന്നതിനാൽ ഭഗവാൻ അർഹ എന്ന നാമധേയം. അടുത്ത നാമധേയം പ്രിയകൃത് എന്നാണ്. ഏതൊരു ഭക്തന്റെയും മനസ്സിന്റെ ആഗ്രഹത്തെ പൂർണ്ണമാക്കി കൊടുക്കുവാൻ ഭഗവാന് സാധിക്കുന്നു. അതിനാൽ ഭഗവാന് പ്രിയകൃത് എന്ന നാമധേയം. അത് ഒരു പരമഭക്തൻ തനിക്ക് സ്വാർത്ഥമല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയും ചെയ്യേണ്ടുന്ന ഒരു കർമ്മത്തിന് ഭഗവാൻ പൂർണ്ണ പിന്തുണ നൽകുന്നു. അടുത്ത നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ്. പ്രീതിവർദ്ധന എന്നാണ്. അതായത് സ്നേഹം എന്ന് പറയുന്ന ആ ഒരു ആസ്വാദനം ഏറ്റവും വർദ്ധിച്ച് 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 ഒരു നിലയ്ക്ക് മുകളിൽ പോകുന്ന ഒരു അവസ്ഥയിൽ ഭഗവാന് അതിന് അർഹനായി നിൽക്കുന്നു. അതായത് ഭഗവാനെ ഒരിക്കൽ നമ്മൾ ആഗ്രഹിച്ച് മനസ്സുകൊണ്ട് സമർപ്പണം ചെയ്താൽ അത് വീണ്ടും വീണ്ടും ആ ഭക്തന്റെ ഹൃദയത്തിൽ ഭഗവാൻ എന്നും നിരന്തരമായി കുടികൊള്ളുന്നതാണ്. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ആ ഭക്തൻ ഒരു പ്രാവശ്യമെങ്കിലും ആ മനസ്സ് കൊണ്ട് ചിന്തിക്കുന്നതാണ്. അതിനാൽ ഭഗവാന് ഓരോ ദിവസവും ഓരോ നിമിഷവും ആ ഒരു ഭക്തനിലുള്ള പ്രീതി, ഭക്തന്മാർക്ക് ഭഗവാനോടും ഭഗവാന് ഭക്തനോടുമുള്ള പ്രീതി വർദ്ധിക്കുന്നതിനാൽ ഭഗവാന് പ്രീതിവർദ്ധന എന്ന നാമധേയം. അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് സത്വവാൻ, സാത്വിക, സത്യധർമ്മപരായണ, അഭിപ്രായ, പ്രിയാർഹ, പ്രിയ അർഹ, പ്രിയകൃത്, പ്രീതിവർദ്ധന എന്നിങ്ങനെ 9 നാമങ്ങളാണ്. സത്വവാൻ, സാത്വിക, സത്യധർമ്മപരായണക, അഭിപ്രായ, പ്രിയാർഹോഹ, പ്രിയകൃത്, പ്രീതിവർദ്ധനക. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ. താങ്ക് യു.